എന്തിനാണ് ഈ ക്ലാസ് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തത്? ഒരു സത്സംഗത്തിന്റെ ആവശ്യമുണ്ട്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ഒരു സത്സംഗത്തിന്റെ ആവശ്യമുണ്ട്. എന്താണ് സത്സംഗത്തിന്റെ ആവശ്യകത? ഇന്നത്തെ പരിസ്ഥിതിയിൽ സത്സംഗത്തിന്റെ ആവശ്യം എന്താണ്? പുതിയ കാര്യങ്ങളെ അറിയാൻ, പുതിയ കാര്യങ്ങളെ അറിയാൻ, പുതിയ കാര്യങ്ങളെ ജീവിതത്തിലും നമ്മുടെ മാനസികാവസ്ഥയിലും എങ്ങനെ ചേഞ്ച് വരുത്തുന്നു മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഒരു സത്സംഗത്തിന്റെ ആവശ്യം. അപ്പോൾ സത്സംഗത്തിൽ പോയാൽ എന്തുണ്ടാവും? നിസ്സംഗത്വം ഉണ്ടാവണമെന്നാണ്. വെറുതെ നിസ്സംഗമായിരിക്കുക. അപ്പൊ യോഗ പഠിപ്പിക്കുന്നത് അതിനാണ്. എങ്ങനെ നിസ്സംഗമായിരിക്കാം, ഒന്ന് വേർപെട്ടിരിക്കാം, ജീവിതത്തിന്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ എന്താണ് ചര്യകളിൽ നിന്ന്, ഡെയിലിയുള്ള റൊട്ടീനിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് മാറി നിൽക്കുക എന്നാണ് യോഗ പഠിപ്പിക്കുക, അല്ലേ? ഇപ്പോ ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം, അവിടെയാണ് യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുരുക്കന്മാരൊന്നുമില്ല യോഗയില്. നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ, പ്രസവിച്ച് കഴിഞ്ഞ് പ്രകൃതിയിലേക്ക്, ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ കൈകാലുകളൊക്കെ കുട്ടികൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ മുതലേ യോഗ നിങ്ങൾ പഠിക്കുകയാണ്. ശ്വസിക്കാൻ പഠിക്കുന്നത് യോഗയാണ്, കൈകാലുകൾ മൂവ് ചെയ്യാൻ പഠിപ്പിക്കുന്ന യോഗയാണ്, എല്ലാം യോഗയാണ്. അപ്പൊ പ്രകൃതിയുമായിട്ടുള്ള യോഗം, പുരുഷൻ എന്ന് പറയുന്ന നിങ്ങളുടെ ആ ചിതിശക്തി, ചൈതന്യം യോഗയായിട്ട് മാച്ച് ചെയ്യണം. എന്ത് യോഗം? പ്രകൃതിയായിട്ട്. പ്രകൃതി ഇങ്ങനെ ഒരു വലിയൊരു സംഭവമാണ്, ബ്രഹ്മാണ്ടം. ആ ബ്രഹ്മാണ്ടമായിട്ട് നിങ്ങൾ അങ്ങനെ യോജിച്ചു പോകുന്നു. അതാണ് യോഗം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എങ്ങനെയാണ് യോഗം ഉണ്ടാകുക? നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ പ്രകൃതി ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നു? കാരണം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോഴാണ് ശരിക്ക് മനസ്സ് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അതിനു മുന്നേ കുട്ടിയെ കണ്ടിട്ട് അച്ഛൻ പറയുന്ന, എന്നെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് കുട്ടി, ശരിയാണോ? എന്നെ മനസ്സിലാക്കുന്നുണ്ട്? ഒന്നും മനസ്സിലാക്കുന്നില്ല. അപ്പൊ നേച്ചറും നർച്ചറും അവിടെ നടക്കുന്നത് 3 മാസം കഴിഞ്ഞിട്ടാണെന്നാ പറയുക. അപ്പൊ ഈ 3 മാസം കഴിഞ്ഞ് ആ കുട്ടി അനുഭവിക്കുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ബന്ധം, അല്ലെങ്കിൽ പ്രകൃതിയിൽ കിട്ടുന്ന കണ്ണ് കണ്ടോ, മൂക്ക് കൊണ്ടോ, ചെവി കൊണ്ടോ, ശബ്ദം കൊണ്ടോ, നാദം കൊണ്ടോ ഒക്കെ കിട്ടുന്ന അനുഭവം, ആ അനുഭവമാണ് അതിന് മനസ്സ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ മാനസികാവസ്ഥ എന്താണ് ശരിക്കും പറഞ്ഞാല്? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, അല്ലെ? എങ്ങനെയാ അത് അഡോപ്റ്റ് ചെയ്യുന്നത്? നമ്മൾ അറിയാതെ പ്രകൃതിയിലുള്ള ഊർജ തരംഗങ്ങൾ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അറിവ്, കഴിവ്, ഇതെല്ലാം ആ കുട്ടിയെ ബാധിക്കുന്നു. അങ്ങനെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ യോഗ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അമ്മയുടെ മുല കുടിക്കുന്നതുകൊണ്ടാണ് കുട്ടി വളരുന്നത്? അല്ല. നാവിനടിയില് സലൈവറി സെക്രീഷൻ ഉണ്ട്. നാവിനടിയിൽ സലൈവറി സെക്രീഷൻ ഉണ്ട്. ഈ സലൈവറി സെക്രീഷൻ നമ്മളെന്താ പറയുക, ഉമിനീർഗ്രന്ഥി, അതിനകത്ത് ടയാലിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, ഒരു ഘടകമുണ്ട്, ഒരു ഗ്രോത്ത് പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ ഉള്ളിടത്തോളം കാലം മനുഷ്യൻ വളരും. 24 വയസ്സ് കഴിഞ്ഞാൽ മനുഷ്യന് വളർച്ച ഉണ്ടാകില്ല. ശരിയാണോ പറയുന്നത്? അല്ല. 100 വയസ്സിലും വളരും, അല്ലേ? അപ്പൊ എന്തുകൊണ്ട് വളർച്ച നിന്നു പോകുന്നു എന്ന് കരുതുന്നു? നമ്മളെ പഠിപ്പിക്കുക അങ്ങനെ വളർച്ച 60 വയസ്സ് കഴിഞ്ഞാൽ നിന്നു പോകും, 70 വയസ്സ് കഴിഞ്ഞാൽ നിന്നു പോകും. ആ വളർച്ച നിൽക്കുന്നില്ല. എവിടെയാണ് വ്യത്യാസം വരുത്തേണ്ടത്? നമ്മുടെ മാനസികാവസ്ഥയിൽ. യഥാ മനഃ തഥാ ശരീര. നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ അവിടെയാണ് നിങ്ങളുടെ ശരീരം. ആണോ? ഇന്നലെ നിങ്ങളുടെ മനസ്സെന്തായിരുന്നു? അതാണ് ഇന്നത്തെ ശരീരം. യഥാ മനഃ തഥാ ശരീര. ശരിയാണോ? യഥാ അന്നഃ തഥാ ശരീര. എന്താണോ അന്നം അതാണ് ശരീരം. ആണോ? എവിടെയൊക്കെ ബന്ധമുണ്ട്, ശരിയല്ലേ? അപ്പോ ചിന്തകള് മനസ്സിനെ എങ്ങനെ ബാധിക്കും? നല്ല ചിന്ത ഉണ്ടെങ്കിലോ നല്ല മനസ്സുണ്ടാവും. അപ്പൊ കഴിക്കുന്ന ആഹാരം ബാധിക്കുന്നുണ്ട്, നമ്മളെ ചിന്തകൾ ബാധിക്കുന്നുണ്ട്. അത് പ്രകൃതിയിൽ തന്നെ പഞ്ചഭൂതങ്ങളുണ്ട്. മനസ്സ് വളരെ ശാന്തമായിട്ടൊരു പ്രകൃതിയാണ്, അല്ലെ? ചിത്തം എന്ന് പറഞ്ഞാൽ വളരെ ശാന്ത രൂപത്തിലുള്ളതാണ്. എന്റെ പ്രകൃതി എന്താ? ശാന്തമാണ്. ഇതെങ്ങനെ കുഴപ്പമുണ്ടാവും? സംസ്കൃതത്തിൽ പറയും വൃത്തി ഉണ്ടാകുക, മനോവൃത്തി. എന്റെ വൃത്തിയില്ല, അല്ലെ? എന്നെ വലിയ വൃത്തിയുള്ള ആളല്ല. അപ്പൊ നമ്മൾ ഫിസിക്കലി ആണ് അതെല്ലാം കാണുന്നത്. എനിക്ക് വൃത്തിയാണ്, ഞാൻ പൗഡർ ഇട്ടിട്ടുണ്ട്, അല്ലെ? സ്നോ പുരട്ടിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ വൃത്തി, അല്ലെ? തല കോതിയിട്ടുണ്ട്, ഷർട്ട് നല്ലത് ഇട്ടിട്ടുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുക ഫിസിക്കലി. പക്ഷെ നിങ്ങള് ഒരാളെങ്കിലും സ്വന്തം മനസ്സിനെ ഒന്ന് പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട്, കൂട്ടിനകത്ത് കയറ്റി നിർത്തിയിട്ട്, നീ ചിന്തിച്ചത് ശരിയാണോ? നീ ചെയ്ത മനസ്സുകൊണ്ട് ചെയ്ത വ്യാപാരങ്ങളൊക്കെ ഒന്ന് ശരിയാണോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ?
നമ്മൾ ബോഡി നമ്മൾ മിനുക്കാറുണ്ടല്ലേ? ബോഡിയൊക്കെ ശരിയാക്കി വെക്കാറുണ്ട്. മനസ്സിനെ ശരിയാക്കി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? നെവർ മൈൻഡാണ്. മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈൻഡ് ചെയ്യുന്നില്ല. അതിന്റെ വിദ്യാഭ്യാസം നമുക്കില്ല. അപ്പൊ മനസ്സിന്റെ കിട്ടുന്ന ആഘാതങ്ങൾ, സ്റ്റിമുലേഷൻസ് എന്ന് പറയും. മനസ്സിന് കിട്ടുന്ന സ്റ്റിമുലേഷൻസ്, ഹിറ്റാണ് നമ്മുടെ ആരോഗ്യത്തിന് കുഴപ്പമുണ്ടാക്കുക. സ്വയമേവ നമുക്കുള്ള മേധയും ഭീഷണയും, എന്ത് പറയും മലയാളത്തിൽ ശരിക്കും? മേധ, നമുക്കുള്ള ബോധം, ജ്ഞാനവും അതിലുപരിയുള്ള ജ്ഞാനമൊക്കെ ഉണ്ടെങ്കിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും ആരോഗ്യത്തെ. ഓരോന്നായിട്ട് ഞാൻ പറയാം. അതിനു മുന്നേ ഇപ്പൊ മനസ്സിന്റെ പ്രാധാന്യം എന്താണ്? മനസ്സ് മാത്രമേ നമ്മുടെ കൂടെ ജനിക്കുമ്പോൾ 3 മാസം മുതൽ അവസാനം വരെ ഉണ്ടാവുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ മനസ്സ് നമ്മുടെ കൂടെ വരും. മനസ്സ് അവസാനം വരെ ഉണ്ടാവും. വേറെ ആരുണ്ടാവില്ല? ഒറ്റ ആളുണ്ടാവില്ല. സ്വയം എന്ത് ചെയ്യുന്നതിനെ അതിനെ താഴേക്ക് കൊണ്ടുവരരുത്, അല്ലെ? ഗീത പറയുന്നത് അങ്ങനെയല്ലേ? ഫിസിക്കലി എന്തെങ്കിലും ചെയ്താൽ വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. എന്തുകൊണ്ടാണ്? മനസ്സർപ്പിക്കണം, അല്ലെ? മനസ്സർപ്പിച്ചാൽ വ്യത്യാസം ഉണ്ടാവോ? അതിന്റെ കൂടെ ശ്വാസം അർപ്പിക്കണം. കറക്റ്റാണ്.